എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പൊന്നാനി ഹാർബറിലാണ്. അപ്പോൾ അവിടുത്തെ ചില കാഴ്ചകളും വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്ന ഒരുപാട് കപ്പലുകളും അതുപോലെ ചെറു ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏകദേശം ഒരു 4 മണി 5 മണി സമയത്താണ് ഇപ്പോൾ ഈ ബോട്ടുകളൊക്കെ കടലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ ബോട്ടുകളൊക്കെ തിരിച്ചു വരുള്ളൂ. അപ്പോൾ പൊന്നാനി ഹാർബറിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ തിരിച്ചു വരുന്നതും പോകുന്നതും അതുപോലെ ചൂണ്ടയിടാനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറു വള്ളങ്ങളൊക്കെ ഇതിൽ പോണ് കാണാം. നമുക്ക് അത് പോകുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാകും. അതിൻ്റെ ഒരു തിരമാലകളൊക്കെ പൊന്തി താന്നിട്ട് ഇങ്ങനെ പോകുന്നത് അവയ്ക്ക് ശീലമുള്ളത് കൊണ്ടൊക്കെ ഒരു പേടി നമുക്ക് കാണുന്നവർക്കൊക്കെ ഭയങ്കര ഒരു പേടി തോന്നിക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു കരഭാഗത്തു നിന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗത്തേക്ക് കുറച്ച് റിസ്ക് തിരമാലകളൊക്കെ അതിജയിച്ച് വേണം ഇവർക്ക് കടലിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് ബോട്ട് ചെരിഞ്ഞിട്ടും പൊന്തിയിട്ടും താന്നിട്ടൊക്കെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഉള്ളിലൊരു ഭയം തോന്നുന്നുണ്ട്. അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് ഇവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു മത്സ്യബന്ധനത്തിന് പോയിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ചൂണ്ടിടുന്നത് കാണാം. ഇവിടെ ചൂണ്ടിടാൻ പറ്റിയ മറ്റൊരു നല്ലൊരു സ്പോട്ടാണ്. നമ്മൾ കാടിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് പാറക്കെട്ടുകളിലൂടെ നമുക്ക് നടന്നു വരികയാണെങ്കിൽ ഇവിടെ കടലിൻ്റെ നടുഭാഗത്ത് നിന്നിട്ട് നമുക്ക് ചൂണ്ടയിടാനും അതുപോലെ മീൻ പിടിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ചെറിയ ബോട്ടുകളൊക്കെ വലിയ വലിയ ബോട്ടിൽ നിന്നും മീൻ ശേഖരിച്ചിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കടലിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ചെറുവള്ളങ്ങളും വലിയ വലിയ ബോട്ടുകളൊക്കെ നമുക്ക് ഇവിടെ വന്ന് നിരുന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. പൊന്നാനി ഹാർബറിനോട് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വന്നാൽ ഹാർബറിൽ നിന്ന് മീൻ വാങ്ങാനും അവിടുത്തെ മീൻ കച്ചവടം ചെയ്യുന്നതൊക്കെ കാണാനുള്ള നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.